നമസ്കാരം, എല്ലാവർക്കും KS എസ്കോട്ടിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു 6 മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിലായിട്ടും ഓരോരോ നിയമങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും കുറച്ച് വീതം പഠിച്ചു വരാം. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിലേക്കാണ്. ഓക്കെ, ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട ഒരു മൊഡ്യൂളാണ്. അബ്കാരി നിയമം. ഓക്കെ, അതിനെയാണ് നമ്മൾ ആ നിയമത്തിന്റെ പേരൊന്ന് പഠിച്ചേ. ദ അബ്കാരി ആക്ട് 1077 1077 അബ്കാരി ആക്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് അവിടെ കുറെ അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതൽ ശ്രദ്ധിച്ച് നോക്കി പഠിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കി പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജൂറിസ്ഡിക്ഷൻ നോക്കണം. അതുപോലെ ലിക്കറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്താണ് ലിക്കർ, എന്താണ് ഡ്രൈ ഡേ, അതുപോലെ തന്നെ ഇവിടെ ക്രൈമുമായി ബന്ധപ്പെട്ട കുറച്ച് സെക്ഷനുകൾ ഉണ്ട്, എന്താണ് അബ്കാരി റവന്യൂ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ഒരു ടോപ്പിക്കാണ്. എന്താണ്? ജൂറിസ്ഡിക്ഷൻ, അധികാരപരിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ജൂറിസ്ഡിക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു നിയമത്തിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ നിയമത്തെ കുറിച്ചുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അവിടെ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നിയമത്തിന്റെ പേരെന്താ പറഞ്ഞത്? അബ്കാരി ആക്ട് എന്നാണ് അല്ലെ. ദ അബ്കാരി ആക്ട് ഓഫ് അബ്കാരി ആക്ട് 1077 എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1077. അപ്പൊ ഈ ഒരു വർഷമാണോ ഈ ഒരു നിയമം പാസ്സാക്കിയത്? അല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ നമ്മളെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പ് വന്ന ഒരു നിയമമാണ്. അതായത് പണ്ട് രാജഭരണം നടക്കുന്ന സമയത്ത് നിലവിൽ വന്ന ഒരു നിയമമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേരള സംസ്ഥാനത്ത് അബ്കാരികളുടെ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു നിയമമാണ് എന്ത്? അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരാണ് പാസ്സാക്കിയതെന്ന് അറിയാമോ? അത് നമ്മുടെ പാർലമെന്റും കാര്യങ്ങളും ഒന്നും അല്ല. അന്ന് രാജഭരണം അല്ലായിരുന്നോ? അന്നത്തെ കൊച്ചി രാജാവാണ്. ശ്രദ്ധിച്ചു പഠിച്ചോളൂ, കൊച്ചി രാജാവാണ് എന്ത് ചെയ്യുന്നത്? ഈ അബ്കാരി നിയമം പാസ്സാക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യമാണ്, ആരാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത്? ആരാണ്? കൊച്ചി രാജാവാണ്. ഇനി എന്നാണ് ഈ നിയമം പാസ്സാക്കിയത്? അത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാണെന്ന് അറിയാം? 1077 എന്നാണോ പറയേണ്ടത്? അല്ല, നമ്മൾ ഇംഗ്ലീഷിലെ വർഷം പറയുമ്പം 1902. എങ്ങനെയാണ്? 1902 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? അബ്കാരി നിയമം കൊച്ചി രാജാവ് പാസ്സാക്കുന്നത്. 1902 ഓഗസ്റ്റ് മാസം 5-ാം തീയതി. ഈ വർഷം പഠിച്ചോണേ, 1902 ആണ്. ഓക്കെ, ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് ഈ നിയമത്തിന് 1077 എന്ന് പേര് വരാൻ കാരണം? അതായത് ഇത് മലയാള മാസം എടുത്താൽ 1070, കൊല്ലവർഷം 1077, കർക്കിടകം 31-ാം തീയതിയാണ്. അതായത് ഈ ഒരു ഡേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം ഡേറ്റ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ 1077 കർക്കിടക മാസം 31-ാം തീയതി കൊച്ചി രാജാവ് പാസ്സാക്കിയ നിയമമായതുകൊണ്ടാണ് ഈ നിയമത്തിന് എന്ത് പേര് വന്നത്? അബ്കാരി ആക്ട് 1077 എന്ന് വന്നത്. ഓക്കെ, അപ്പൊ ഇത് മലയാളത്തില് ആ ഒരു പാസ്സാക്കിയ ഡേറ്റ് ആണ്, ഇത് ഇംഗ്ലീഷില് പാസ്സാക്കിയ ഡേറ്റ് ആണ്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. എന്നാൽ പാർലമെന്റ് അല്ല, ഇവിടെ രാജാവ് പാസ്സാക്കിയാൽ മാത്രം മതിയോ? അത് മൊത്തത്തിൽ നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി അന്നത്തെ കാലത്ത് ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ രാഷ്ട്രപതി ഈ ഒരു പാസ്സാക്കിയെങ്കിൽ 1902 പാസ്സാക്കിയെങ്കിൽ പോലും രാഷ്ട്രപതി ഒപ്പുവെക്കാൻ 1967 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ 1967 ജൂലൈ ആണ് കേട്ടോ. ഓഗസ്റ്റ്
മാസം കൊച്ചി രാജാവ് പാസ്സാക്കിയതാണ്. ജൂലൈ മാസം 29-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാഷ്ട്രപതി അതിനെ പാസ്സാക്കുന്നത്. രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ആ നിയമം പാസ്സായെന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ 1967 ജൂലൈ മാസം 29-ാം തീയതി എന്ത് ചെയ്യുന്നു, ഈ ഒരു നിയമം നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. അപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1967 ആയതുകൊണ്ട് തന്നെ ആ വർഷത്തെ 10ാമത്തെ ആക്ട് എന്നാണ് ഈ നിയമം അറിയപ്പെടുന്ന മറ്റൊരു പേര്. 1967 ആക്ട് 10 ഓഫ് 1967 എന്നാണ് ഈ ആക്ട് അറിയപ്പെടുന്ന പേര്. അല്ലെങ്കിൽ ഈ ആക്ടിന്റെ മറ്റൊരു പേരാണ് ആക്ട് 10 ഓഫ് 1967 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. അബ്കാരി ആക്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൊച്ചി രാജാവ് 1902 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് അബ്കാരി നിയമം പാസ്സാക്കുന്നത്. ഇത് മലയാള മാസം 1077 കർക്കിടകം 31 പാസ്സാക്കിയത് കൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ പേര് അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്നാൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 1967 ജൂലൈ മാസം 29 അതുകൊണ്ട് തന്നെ ഇതിനെ ആക്ട് 10 അല്ലെ, ആക്ട് 10 ഓഫ് 1967 എന്നും വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ അറിഞ്ഞു വെച്ചിരിക്കേണ്ടത്. ഇനി ഈ നിയമത്തിൽ എത്ര സെക്ഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ 72 സെക്ഷനുകളാണ് ഈ നിയമത്തിലുള്ളത്. ഓക്കെ, മൊത്തത്തിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 72 ആണ് കേട്ടോ. 72 വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. ഇത് എവിടെയൊക്കെ വ്യാപകമാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മാത്രം. ഓക്കെ, കേരളത്തിൽ മാത്രം, കേരള സംസ്ഥാനം മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. ഓക്കെ, കേരള സംസ്ഥാനത്ത് മാത്രം ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ 5 ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പഠിച്ചേ. കൊച്ചി രാജാവ് 1902 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഈ നിയമം പാസ്സാക്കുന്നത്. മലയാള വർഷം 1077 കർക്കിടക മാസം 31 എന്നാൽ അത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 1967 ജൂലൈ മാസം 29 അതുകൊണ്ട് തന്നെ ഇതിനെ ആക്ട് 10 എന്നാണ് വിളിക്കുന്നത്. 1967 10ാമത്തെ ആക്ട് എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് 72 സെക്ഷനുകളാണുള്ളത്. ഇത് കേരളം മുഴുവൻ വ്യാപകമായിട്ടുള്ള ഒരു നിയമമാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി ഈ ഒരു നിയമത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യം? നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, അബ്കാരി നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്താണ് എന്ന് ചോദിക്കാം. എന്നിട്ട് 3-4 സ്റ്റേറ്റ്മെന്റ് തരാം. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചോളാം. എന്തൊക്കെയായിരുന്നു ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ഒന്ന്, മദ്യപാനം ഉണ്ടല്ലോ, മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. മദ്യപാനത്തിന്റെ ആ ഒരു ദൂഷ്യവശങ്ങൾ, തെറ്റായ വശങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നിയന്ത്രിക്കുക. മദ്യപാനം നിയന്ത്രിക്കുക എന്നല്ല, അതിന്റെ ദൂഷ്യവശങ്ങൾ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. അത് ഒന്നാമത്തെ ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി. മദ്യത്തിന്റെ കാര്യം പറയണം, ലഹരി വസ്തുക്കളുടെ കാര്യം പറയണം കേട്ടോ. മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, അതുപോലെ തന്നെ കയറ്റുമതി, പിന്നെന്താണ്, വിപണനം അല്ലെ. ഇറക്കുമതി ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ വിപണനമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. വിപണനം, പിന്നെന്താ വരുന്നത്? നിർമ്മാണം അല്ലെ, മാനുഫാക്ചറിങ് ഉണ്ട്, നിർമ്മാണം, പിന്നെ വിൽപ്പന അല്ലെ, വിൽപ്പന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യമാണ് കൈവശം വെക്കുക. ഈ മദ്യമോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോ കൈവശം വെക്കുക, ഇതും ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സംബന്ധിച്ച് എന്ത് ചെയ്യുക? കേരള സംസ്ഥാനത്ത് മൊത്തത്തില് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരണം. ഓക്കെ, ഏകീകൃതം, ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിൽ മൊത്തത്തിലായിട്ട് ഒരു ഏകീകൃത നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നിയമം നമ്മുടെ ലക്ഷ്യം വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളാണ്, മദ്യപാനത്തിന്റെ തെറ്റായ വശങ്ങൾ അല്ലെങ്കിൽ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ മദ്യത്തിന്റെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് മദ്യവും പ്ലസ് എന്തും പറയുന്നുണ്ട്,
നമ്മുടെ ലഹരി വസ്തുക്കളുടെ കാര്യവും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വെക്കുക, ഇതിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കേരളത്തിൽ മൊത്തത്തിലൊരു ഏകീകൃതമായിട്ടുള്ള നിയമം കൊണ്ടുവരിക. ഇതായിരുന്നു എന്ത് ഈ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ നിയമത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് അതിന്റെ ആ ഒരു അധികാര പരിധിയിലേക്കാണ്. അധികാര പരിധി എന്ന് പറയുമ്പോൾ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, ജൂറിസ്ഡിക്ഷനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലോട്ട് കയറുകയാണ്. ഇവിടെ അധികാര പരിധി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സെക്ഷൻസ് അവിടെ നോക്കാനായിട്ടുണ്ട്. ഏതൊക്കെ സെക്ഷൻസ് ആണെന്ന് അറിയാമോ? 50ാമത്തെ സെക്ഷൻ, 50A എന്ന് പറയുന്ന സെക്ഷൻ, അതുപോലെ തന്നെ 51 എന്ന് പറയുന്ന സെക്ഷൻ, 52 എന്ന് പറയുന്ന സെക്ഷൻ, 53 എന്താണ് ബി സബ് സെക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജൂറിസ്ഡിക്ഷനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ 50ാമത്തെ സെക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് 50ാമത്തെ സെക്ഷൻ? ഇവിടെ അധികാര പരിധിയെ കുറിച്ച് പറയുന്ന കാര്യം എന്താണ്? അതായത് ഇപ്പൊ ഒരു അബ്കാരി ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസുകളും കാര്യങ്ങളും ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് അന്വേഷിച്ച് അബ്കാരി ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? റിപ്പോർട്ട് സമർപ്പിക്കണം. ഓക്കെ, ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ അബ്കാരി ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് ആരുടെ മുന്നിലാണ് സമർപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി നടപടികൾ എടുക്കാൻ അധികാരമുള്ളത്, ആ ഒരു അധികാര പരിധി ആർക്കാണ് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അധികാര പരിധി ഇവിടെ ആർക്കാ വരുന്നതെന്ന് ചോദിച്ചാൽ ആർക്കാണെന്നറിയാമോ? അത് മജിസ്ട്രേറ്റിനാണ്. ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ് ആ ഒരു അധികാര പരിധി വരുന്നത്. ഓക്കെ, മജിസ്ട്രേറ്റിനാണ് ഈ ഒരു അധികാര പരിധി വരുന്നത്. അപ്പൊ ആദ്യം 50ാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്? അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ട്. ഓക്കെ, ഈ അബ്കാരി ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു? ഒരു റിപ്പോർട്ട് നൽകുന്നു. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടപടിയെടുക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ്. ഇതാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി അതിൽ നടപടിയെടുക്കാനുള്ള അധികാരം ആർക്ക് നൽകുന്നു? മജിസ്ട്രേറ്റിന് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയുന്നു. അബ്കാരി ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു? അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് അതിൽ ആ ഒരു റിപ്പോർട്ട് ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഓക്കെ, ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു നടപടിയെടുക്കാൻ, ഇതിനെക്കുറിച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം തീരുമാനിക്കണമെന്നുള്ള നടപടിയെടുക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു? മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു. ഈ മജിസ്ട്രേറ്റിന് അങ്ങനെ ഒരു അധികാരം നൽകുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 50 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ അധികാര പരിധി മെയിൻ ആയിട്ട് ആർക്കാണ്? മജിസ്ട്രേറ്റിനാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ 50 എന്താ പറയുന്നതെന്ന് ചോദിച്ചാല്, ഇപ്പം എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഉണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമത്തിൽ പറയുന്ന ക്രൈമുകൾ ഏതെങ്കിലും ഉണ്ടായി, അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുക. ഓക്കെ, കാലതാമസം കൂടാതെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അത് മാത്രമല്ല, കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ഈ അബ്കാരി ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് നമ്മുടെ മജിസ്ട്രേറ്റിന് മുൻപാകെ സമർപ്പിക്കണം. അപ്പൊ ഈ സമർപ്പിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ടിന്മേലാണ് എന്ത് ചെയ്യേണ്ടത്? മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത്. അപ്പൊ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ഒരു പോലീസ് അന്വേഷണം ഉണ്ടാകും. ഈ റിപ്പോർട്ട്, ഇത് പ്രകാരമുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഒരു പോലീസ് റിപ്പോർട്ടും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത്. ഇതാണ് സെക്ഷൻ 50 പറയുന്ന കാര്യം. മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചിരിക്കുക. അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 50 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? 50A എന്ന് പറയുന്ന സെക്ഷൻ ആണ്. ഓക്കെ, 50A.
50A എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ഇപ്പം നമുക്ക് ഈ 50 പ്രകാരം എന്ത് ചെയ്തു? അബ്കാരി ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഈ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റ് എന്തൊക്കെ നടപടികൾ അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ടുന്ന നടപടികളെ കുറിച്ചാണ് 50A പറയുന്നത്. ഓക്കെ, അധികാരപരിധിയാണ് ഇവിടെ വരുന്നത്. മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്നത് 50 ആണ്. 50A ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റ് എന്തൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നതാണ് എന്ത്? 50A എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ 50A എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. 50A എന്ന് പറയുന്നത് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അബ്കാരി ഉദ്യോഗസ്ഥനില്ലേ, ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? സമർപ്പിച്ച ആ ഒരു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഒന്നെങ്കിൽ ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് വേണമെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് റെഫർ ചെയ്യാവുന്നതാണ്, കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിനാണ് ആര് സമർപ്പിച്ചത്? ഈ അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് എന്ത് ചെയ്യണം? ആ റിപ്പോർട്ടിനെ കുറിച്ചൊന്ന് പഠിക്കണം, അതൊന്ന് പരിശോധിക്കണം. എന്നിട്ട് ആ കേസ് സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ് എങ്കിൽ, സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേസാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു മജിസ്ട്രേറ്റ് കോടതി നേരെ അത് സെഷൻസ് കോടതിയിലേക്ക് കൈമാറണം. അതാണ് 50A പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മജിസ്ട്രേറ്റ് ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് 50A പറയുന്നത്. എന്താ പറയുന്നത്? ഇപ്പൊ മജിസ്ട്രേറ്റ് ആ ഒരു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അത് സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന റിപ്പോർട്ടാണ് എങ്കിൽ അല്ലെങ്കിൽ കേസാണ് എങ്കിൽ അത് നേരെ എങ്ങോട്ടേക്ക് കൈമാറുക? സെഷൻസ് കോടതിയിലേക്ക് കൈമാറുക. ഇതാണ് 50A എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 50 മജിസ്ട്രേറ്റിന് അധികാരം കൊടുക്കുന്നു. മജിസ്ട്രേറ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണ് 50A പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം നമുക്കിനി അടുത്തതായിട്ട് നോക്കേണ്ടത് 51ാമത്തെ സെക്ഷനാണ്. എന്താണ് 51ാമത്തെ സെക്ഷനിൽ പറയുന്നത്? അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ. ഇപ്പൊ മജിസ്ട്രേറ്റ് ആ ഒരു കേസുമായിട്ട് വിചാരണ നടക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? കുറച്ച് സാക്ഷികൾ, അതുമായി ബന്ധപ്പെട്ട ആ ഒരു കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ ഹാജരാക്കാൻ നമ്മുടെ അബ്കാരി ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുന്ന അബ്കാരി ഉദ്യോഗസ്ഥന് സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഉദ്യോഗസ്ഥന് സാക്ഷികളെ ഹാജരാക്കാൻ, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ അധികാരം നൽകുന്ന ആ ഒരു വകുപ്പാണ് 51 എന്ന് പറയുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയാണ് ഈ ഒരു 51. അപ്പൊ 50 മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയാണ്, 51 അബ്കാരി ഉദ്യോഗസ്ഥന്റെ അധികാര പരിധിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള അധികാര പരിധിയാണ്? മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാര പരിധിയാണ് 51ാമത്തെ സെക്ഷനിൽ പറയുന്നത്. മനസ്സിലായോ? 51 ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 52ാമത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പം ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് 52 ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ പിടിക്കുന്നു. ഈ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ നിയമപ്രകാരമുള്ള ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ 24 മണിക്കൂറിൽ കൂടുതൽ ആ വ്യക്തിയെ കസ്റ്റഡിയിൽ വെക്കുവാൻ പാടുള്ളതല്ല. മജിസ്ട്രേറ്റിന്റെ അനുമതി ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? അവിടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ ഒരു പ്രതിയെ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു കസ്റ്റഡിയിൽ വെക്കുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന സെക്ഷനാണ് 52ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെക്ഷൻ 52 പ്രകാരം എന്താണ്? ഈ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ ആ ഒരു പ്രതിയെ എന്ത് ചെയ്യാൻ പാടില്ല? കസ്റ്റഡിയിൽ വെക്കുവാൻ പാടുള്ളതല്ല. അതാണ് 52ാമത്തെ സെക്ഷൻ പറയുന്നത്. ഇനി 53ാമത്തതിലും B
വകുപ്പ് കൂടി നമുക്ക് നോക്കാനായിട്ടുണ്ട്. അതായത് അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ, ഇപ്പം ഒരു അബ്കാരി നിയമപ്രകാരം കുറെ കുപ്പികളും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളും എന്ത് ചെയ്യുകയാണ്, ഇത് എന്താണ്, ഇത് ആ ഒരു കേസ് പ്രകാരം പിടിച്ച തൊണ്ടി മുതലാണ്, ഓക്കെ, അല്ലെങ്കിൽ പിടിച്ചെടുത്ത വസ്തുക്കളാണ്, തൊണ്ടി മുതലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു വസ്തുക്കളിൽ, അതായത് അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിൽ കോടതിയുടെ അധികാര പരിധി, ഓക്കെ, കോടതിയുടെ അധികാര പരിധിയെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, 53-ാമത്തെ സെക്ഷനില് ബി സബ്സെക്ഷനിൽ പറയുന്നത്. മനസ്സിലായോ? അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതി, ഇവിടെ കോടതി മജിസ്ട്രേറ്റ് കോടതിയെന്നോ സെക്ഷൻസ് കോടതിയെന്നോ ഒന്നും അല്ല പറയുന്നത്, ജസ്റ്റ് കോടതി എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ കോടതിയുടെ അധികാര പരിധി എന്തിന്മേലുള്ളതാണ്, ആ ഒരു തൊണ്ടി മുതലിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയാണ് 53-ാമത്തെ ബി വകുപ്പില് പറയുന്നത്. അപ്പൊ എന്താ ഇതിനകത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് ഉപയോഗിച്ചപ്പോ ഏതെങ്കിലും ഒരു വാഹനം എന്ത് ചെയ്യുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുന്നു, ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു വസ്തുക്കളോ എന്ത് ചെയ്യുന്നു, ഈ ഒരു നിയമപ്രകാരം കസ്റ്റഡിയിൽ എടുക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിന്റെ മാർക്കറ്റ് വിലയിൽ, ഇതിപ്പം ഈ ഒരു കാറിന് ഇപ്പം മാർക്കറ്റിൽ എന്ത് വിലയുണ്ടോ ആ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം എന്ത് ചെയ്യാം, ബോണ്ടായിട്ട് കെട്ടിവെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകാം എന്നുള്ള ആ ഒരു ഇത് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്, കോടതിക്ക് നൽകുന്ന ആ ഒരു വകുപ്പാണ് 53-ാമത്തെ വകുപ്പിലെ ബി പാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയുന്നു, 53-ലെ ബി എന്താ പറയുന്നത്, അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ ആ ഒരു അധികാരം, ഓക്കെ. അതായത് ഇപ്പൊ തൊണ്ടി മുതലാകാം, അതുമായി കേസുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച വാഹനങ്ങളാകാം, ഇപ്പൊ എന്താണോ പിടിച്ചെടുത്തിട്ടുള്ളത്, അപ്പൊ കുറ്റകൃത്യം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചു അത് കസ്റ്റഡിയിൽ എടുക്കുകയോ പിടിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിന് ഇപ്പൊ മാർക്കറ്റിൽ എന്ത് വാല്യൂ ഉണ്ടോ അത് പണമായിട്ട് ബോണ്ടായിട്ട് കെട്ടിവെച്ചാൽ അത് തിരിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു സാധനങ്ങൾ, അതായത് ലഹരി പദാർത്ഥങ്ങളോ മദ്യമോ ഒന്നും തിരിച്ചു കൊടുക്കത്തില്ല കേട്ടോ, അതൊന്നും അങ്ങനെ ചിന്തിച്ചു വെക്കല്ലേ. ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള വസ്തുക്കളാണ് കേട്ടോ, കാറോ വീടോ അങ്ങനെ എന്ത് വസ്തുക്കളോ ആയിക്കോട്ടെ, അതിന്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള ഒരു ബോണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പണം കെട്ടിവെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ വസ്തു തിരിച്ചു കൊടുക്കാവുന്നതാണ്. അതാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 53-ലെ ബി പാർട്ടിൽ പറയുന്ന കാര്യം, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ നമുക്ക് ഈ ജുറിസ്ഡിക്ഷനിൽ പഠിക്കാൻ, അധികാര പരിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഓക്കെ. അപ്പൊ അധികാര പരിധി നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. അതല്ലാതെ അധികാര പരിധിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 50-ാമത്തെ വകുപ്പിൽ എന്ത് പറഞ്ഞു, നമ്മുടെ മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയെ കുറിച്ച് പറഞ്ഞു, അല്ലെ. മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയെ കുറിച്ച് പറഞ്ഞത് 50-ലാണ്. 50A-യിലാണ് എന്താണ്, ഒരു റിപ്പോർട്ട് ലഭിച്ചാലുടൻ മജിസ്ട്രേറ്റ് ചെയ്യേണ്ടുന്ന നടപടികൾ എന്തൊക്കെയാണ്, മജിസ്ട്രേറ്റിന്റെ നടപടികളാണ് 50A. 51-ൽ എന്താ പറഞ്ഞത്, സാക്ഷികളെ ഹാജരാക്കാനുള്ള നമ്മുടെ അബ്കാരി ഉദ്യോഗസ്ഥന്മാരുടെ അധികാരമാണ്, ഓക്കെ. സാക്ഷികളെ ഹാജരാക്കാനുള്ള അബ്കാരി ഉദ്യോഗസ്ഥന്മാരുടെ അധികാരമാണ് 51 എന്ന് പറയുന്നത്. 52 എന്ന് പറയുന്നത് എന്താണ്, അവിടെ 24 മണിക്കൂറിനകം എന്ത് ചെയ്തിരിക്കണം, ആ പ്രതികളെ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലെങ്കിൽ വിട്ടയച്ചിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ 53B-യിൽ എന്താ പറയുന്നത്, അവിടെ വസ്തുക്കൾ പിടിച്ചെടുത്താൽ അത് കോടതിക്ക് അതിന്മേലുള്ള അധികാര പരിധിയാണ് 53B-യിൽ പറയുന്നത്, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജുറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ സെക്ഷൻസ് ബൈ സെക്ഷൻസ് ആയിട്ട് പഠിക്കാം. സോ ഇതിന്റെ എല്ലാം ക്ലാസ്സസ് നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന CEO, ഓക്കെ, CEO ഒന്നുകൂടെ നോക്കാം, CEO സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, ഓക്കെ. അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഇത് ഈ ഒരു മൊഡ്യൂളിലെ ആദ്യത്തെ ക്ലാസ് ആണ്, ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത മൊഡ്യൂൾ, ഈ ഒരു മൊഡ്യൂളിൽ തന്നെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്തതായിട്ട് കാണാം. സോ താങ്ക് യു.